ഹലോ ഗേസ്, മഴ ഒതുങ്ങിയപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മഴയിൽ കുതിർന്ന് നനഞ്ഞ് കോന്ന് ഗ്ലാമറസ് ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് സുന്ദരികളെ, ഈ പനിനീർ സുന്ദരികളെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റോസ് വാട്ടർ ഉണ്ടാക്കിയാലോ എന്ന്. സാധാരണ എല്ലാവരും റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ചുവന്ന റോസാപ്പൂ വെച്ചാണ്. അതല്ല, യഥാർത്ഥത്തിൽ റോസ് വാട്ടർ ഉണ്ടാക്കേണ്ട പനിനീർ എന്നല്ലേ റോസ് വാട്ടർ എന്ന് പറയുന്ന. പനിനീർ ഉണ്ടാക്കേണ്ടത് പനിനീർ റോസാ പൂവിതൾ വെച്ച് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൾ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, വല്ല പുഴുവോ ഒക്കെ ഉണ്ടാകുന്ന നല്ലതായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഒരു കുഞ്ഞ് കളറുള്ള ചിലന്തികളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇതിന് എടുത്ത ഒരു പാത്രം, ഞാൻ എടുത്ത പാത്രം എന്ന് പറയുന്നത് മുറുക്കി അടയ്ക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. അങ്ങനെ തക്കതായിട്ടുള്ളൊരു പാത്രം എടുത്താൽ വളരെ നല്ലത്. അങ്ങനെ ഞാനിത് ഇതളുകൾ, ഇത്ര ഇതളേ എനിക്ക് കിട്ടിയുള്ളൂ. ഒരു അര ഗ്ലാസ് പനിനീർ റോസ് വാട്ടറെ ഇതളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത്രയും ഇതളുകളിൽ നിന്ന്. ഇനി ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളം അടുപ്പിൽ നിന്നെടുത്ത് ഡയറക്റ്റ്ലി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിക്കാൻ 2 പൂവിന്. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഈ ഇതിലൊക്കെ തൊടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, ആവി വരുന്നുണ്ട്. നല്ല തിളച്ച ഉടനെ അടുപ്പിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് മുറുക്കിയതിനെ അടച്ച് അരമണിക്കൂർ വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യുകയാണേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പനിനീർ കിട്ടും. നല്ല റോസ് വാട്ടർ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇതളുകളൊക്കെ ഒന്ന് മാറ്റിയാണ്. നല്ല ഉണങ്ങിയ കൈയാണ്, ഡ്രൈ ആയ കൈയാണ് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയ കൈ കൊണ്ടാണ് ഞാൻ ഈ പൂവിതളെടുത്ത് മാറ്റുന്നത്. ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്ന് അരിച്ചുപയോഗിക്കണം. കാരണം ഇതിൽ ആ പൂവിതളിൻ്റെ അംശമൊക്കെ കിടന്നത് ഇത് പാഴായിപ്പോയി. ഇത് ഏകദേശം ഒരു 10 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 5 ദിവസം വരെ പുറത്ത് വയ്ക്കാം. 5 ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. എനിക്കിതിപ്പോൾ 5 ദിവസത്തേക്കൊന്നും ഇല്ല, കുറച്ചില്ലേ ഉള്ളൂ, 2 പൂവിൻ്റെ അല്ലേ. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെ വച്ചേക്കും. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരുന്നാൽ നമുക്കിത് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, ക്ലെൻസറായിട്ടല്ലാതെ ഉപയോഗിക്കാം, ഒരു കോട്ടണിൽ മുക്കി ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം, ടോണറായിട്ട് ഉപയോഗിക്കാം. ഇത് ഫേസിന് വളരെ നല്ലൊരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.